CPI നേതാവ് ശ്രീ ജിസ്മോനിലേക്ക്. ജിസ്മോൻ, യഥാർത്ഥത്തിൽ അന്ന് മന്ത്രിസഭയെ പോലും അറിയിക്കാതെയാണ് ആ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവെച്ചത്. പക്ഷെ പിന്നീട് CPI ആണ് ആദ്യമായി എതിർപ്പറിയിക്കുന്നത്. CPI അന്ന് എതിർപ്പ് അറിയിച്ചില്ലായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ ഇടതു സർക്കാർ ആ പദ്ധതി നടപ്പാക്കില്ലായിരുന്നോ ജിസ്മോൻ? ജിസ്മോൻ മ്യൂട്ടാണെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്യാവോ? താങ്കൾക്ക് പറയാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ ജിസ്മോൻ? കേൾക്കാമോ? പറയാം ജിസ്മോൻ പറയാം. അപ്പൊ ഇത് CPI കേൾക്കാം. കാണുന്ന വിഷയമാണ്. ഒന്ന്, UDFന്റെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ലീഗിന്റെ നിലപാട് എന്താണെന്നാണ് ഇപ്പൊ കേരളം ഒരുപക്ഷെ ആകാംക്ഷയോട് നോക്കി കാണുന്ന ഒരു കാര്യം. അതിനകത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൃത്യമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ലീഗിനെ കൂടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് പറയാനുള്ളത്, LDFന്റെ ചുമലിൽ ചാരി അത് രക്ഷപ്പെടേണ്ട സാഹചര്യമല്ല. ഇവിടെ നേരത്തെ മനീഷ സൂചിപ്പിക്കുകയുണ്ടായി. യാതൊരു കാരണവശാലും LDF ഗവൺമെന്റ് ഇത് നടപ്പിലാക്കിയിട്ടില്ല. ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടില്ല, LDF ചർച്ച ചെയ്തിട്ടില്ല. ഇന്നൊരു പക്ഷേ ജബീർ മേത്തറും അല്ലെങ്കിൽ വഹാബുമെല്ലാം പാർലമെന്റിനകത്ത്, രാജ്യസഭയ്ക്കകത്ത് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളത്. കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് ജിതേന്ദ്ര ചൗധരി കേന്ദ്രമന്ത്രി തന്നെ അവർക്ക് മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ മറുപടി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടപ്പാക്കാത്ത ഒരു കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന KM ഷാജിയുമെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ PM ശ്രീ പദ്ധതിയിൽ LDF ഗവൺമെന്റ് ഒപ്പിട്ടു എന്നുള്ളതാണ്. അപ്പൊ ക്യാബിനറ്റ് അറിയാതെ, LDFിനകത്ത് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് ഒരു പദ്ധതിക്കകത്ത് ഒപ്പിടാൻ കഴിയുന്നത്? MOUവിനകത്ത് ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ MOU എന്ന് പറയുന്നത് ഒരു ധാരണ പത്രം മാത്രമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു പദ്ധതിയല്ല എന്നുള്ളതാണ്. അതിന് സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നടപ്പിലാക്കണം. അതൊന്നും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, 22 ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഒപ്പിട്ടത് തെറ്റല്ല എന്നാണോ CPI ഇപ്പോഴും പറയുന്നത്? അന്ന് നിങ്ങളാണല്ലോ ഇതിനെ എതിർത്തത്. MOUവിൽ പോലും LDF ഗവൺമെന്റ് ഒപ്പിടാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള നിലപാടാണ് AIVFനുള്ളത്, CPIക്കുള്ളത്. അതുകൊണ്ടാണ് MOUവിൽ ഒപ്പിട്ടപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി നിലപാടെടുത്തത്. കാരണം ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ NEPയുടെ പൈലറ്റ് പ്രോജക്റ്റ് ആണെന്നുള്ളതും കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണെന്നുള്ളതാണ് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. കർണാടകയിൽ അവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി 590 സ്കൂളുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. തെലങ്കാനയിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി 794 സ്കൂളുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അവിടുത്തെ ഗവൺമെന്റ്. ഹിമാചൽ പ്രദേശിൽ പിന്നെ UDF കോൺഗ്രസ് അധികാരത്തിൽ നിന്ന സമയത്ത് നടപ്പിലാക്കി 194 സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾ PM ശ്രീക്ക് എതിരാണ് എന്നുള്ളത്. ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിലും ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ്, നടപ്പിലാക്കിയതിനു ശേഷമാണ് കേരളത്തിൽ MOUവിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് LDFനെതിരായി വലിയ സമരങ്ങൾ നടത്തി. ഞങ്ങൾ ആ സമരത്തെ എല്ലാം സ്വാഗതം ചെയ്തതാണ്. AIVFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ആ സമരത്തെ എല്ലാം സ്വാഗതം ചെയ്യാൻ ആത്മാർത്ഥമായ നിലപാടാണ് VD സതീശനും KM ഷാജിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാം ഉള്ളതെങ്കിൽ, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതിരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അന്ന് അതിനെ പറയുകയും, അന്ന് എന്തെല്ലാമാണ് പറഞ്ഞത്, അറബിക്കടലിൽ ഞങ്ങൾ വലിച്ചെറിയും, UDF അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. കാരണം ഗാന്ധിയെ വലിച്ചെറിഞ്ഞ, നെഹ്റുവിനെ മാറ്റി നിർത്തുന്ന ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് UDFന്റെ നേതാക്കളാണ്. ഇന്നിപ്പോൾ അവര് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, UDF അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്,
നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവർണർ ഇടപെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കമാന്നൊരു അക്ഷരം മിണ്ടുവാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാത്ത ഒരു സാഹചര്യം. അപ്പൊ വിദ്യാഭ്യാസ മേഖലയെയും കേരളത്തിന്റെ എല്ലാ വകുപ്പുകളും RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ടകൾക്ക് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾക്ക് മുന്നിൽ പോയി താണുവണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അദ്ദേഹം ഇവിടെ ഈ ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. MOU ഇപ്പൊ നിലവിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയപ്പോൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്, കേരളത്തിൽ എതിർക്കുന്നത് എന്നൊരു ചോദ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.